നമസ്കാരം. അമേരിക്കയിലേക്ക് ഇനി പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ പഴയതുപോലെയല്ല. അവിടെ ട്രംപിൻ്റെ ഒരു ലൈസൻസ് കൂടി കിട്ടിയതോടുകൂടി ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാർ അഴിഞ്ഞാടുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിസ കാലാവധി കഴിഞ്ഞ് 3 ദിവസം കൂടി അമേരിക്കയിൽ തങ്ങിയ ഒരു ഐറിഷ് പൗരന് ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന സംഭവമാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. തോമസ് എന്നാണ് ഇയാളുടെ പേരെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഇയാളുടെ മുഴുവൻ പേര് എന്താണെന്നുള്ള കാര്യം ഇനിയും പുറത്തു വിട്ടിട്ടില്ല. ഇയാൾ 3 മക്കളുടെ പിതാവ് കൂടിയാണ്. അമേരിക്കയിലെ വെർജീനിയയിലുള്ള തൻ്റെ കാമുകിയെ കാണുന്നതിന് വേണ്ടിയാണ് ഇയാൾ അമേരിക്കയിലെത്തിയത്. തുടർന്ന് കാമുകിയുമൊത്ത് ഇയാൾ ജോർജിയയിലുള്ള അവരുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്നു. അവിടെ വെച്ച് ഇയാൾ ചില മാനസിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഇയാൾ കാമുകിയുമായി വഴക്കിടുന്ന ഒരു അവസ്ഥയും എത്തി. അങ്ങനെ തിരികെ അമേരിക്കയിലേക്ക് എത്തി പോലീസ് കേസിലേക്ക് കാര്യങ്ങൾ നീണ്ടു. പോലീസ് എത്തി ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ഇയാളുടെ വിസ കാലാവധി കഴിഞ്ഞ് 3 ദിവസവും പിന്നിട്ടിരിക്കുന്നു എന്ന്. ഇതിനിടയിൽ ഇയാൾക്കുണ്ടായ മറ്റൊരു പ്രശ്നം, ഇയാൾക്ക് കാലിന് പൊള്ളലേറ്റിരുന്നു. കാലിൽ നല്ല നീരുണ്ടായിരുന്നു. അത് കാരണം നടക്കാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത 8 മുതൽ 12 ആഴ്ച വരെ യാത്ര ചെയ്യരുതെന്നാണ് ഡോക്ടർ ഇയാളോട് ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ താൻ ഉള്ളത് എന്ന് ഇയാൾ പോലീസിനെ അറിയിച്ചു. പോലീസാകട്ടെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ വരെ അറിയിക്കുകയായിരുന്നു. തുടർന്നെത്തിയ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടി കൊണ്ടുപോയി ജയിലിലിടുകയായിരുന്നു. പല ജയിലുകളിലേക്ക് ഇയാളെ മാറ്റി പാർപ്പിക്കുകയായിരുന്നു എന്നാണ് ഈ തോമസ് തന്നെ പറയുന്നത്. വളരെ മോശമായ അന്തരീക്ഷത്തിലാണ് താൻ അവിടെ കഴിഞ്ഞിരുന്നത് എന്നും ചീത്തയായ ഭക്ഷണമാണ് പലപ്പോഴും കഴിക്കാൻ കിട്ടിയിരുന്നത് എന്നുമാണ് തോമസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പുറം ലോകവുമായി ബന്ധപ്പെടാൻ യാതൊരു വഴിയുമില്ലായിരുന്നു. നാട്ടിൽ കഴിയുന്ന തൻ്റെ 3 കുട്ടികളോടും സംസാരിക്കാൻ പോലും തനിക്ക് സാധിക്കില്ലായിരുന്നു. കാരണം ഈ ജയിലിൽ നിന്ന് അത്തരത്തിൽ ഇൻ്റർനാഷണൽ കോളൊന്നും വിളിക്കാനുള്ള അനുമതി നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ വീട്ടുകാർക്കും തോമസ് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്നു. തനിക്ക് മാനസിക പ്രശ്നങ്ങളുമുണ്ട്, കാലിന് നേരത്തെ പൊള്ളലേറ്റ പ്രശ്നവുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തനിക്ക് വൈദ്യസഹായം വേണമെന്ന് ഇയാൾ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കൃത്യമായ രീതിയിൽ ഒരു തരത്തിലുമുള്ള വൈദ്യസഹായം തനിക്ക് ലഭിച്ചിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. മാനസിക അസ്വാസ്ഥ്യത്തിനുള്ള ഗുളിക തനിക്ക് എത്തിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് എത്തിച്ച ജയിലിലെ ഉദ്യോഗസ്ഥർ അത് അഴിക്കുള്ളിലൂടെ എറിഞ്ഞു തരികയായിരുന്നു എന്നാണ് തോമസ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നാനാവിധത്തിലും തന്നെ ഉപദ്രവിക്കുകയായിരുന്നു ഈ ഇമിഗ്രേഷൻ അധികൃതരും ജയിലധികൃതരും എല്ലാം ചേർന്നെന്നാണ് ഇയാൾ പറയുന്നത്. മാത്രമല്ല, തടവിൽ കൂടെ അവിടെ ഉണ്ടായിരുന്ന പല വ്യക്തികൾക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു എന്നും അവിടെ വരുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇംഗ്ലീഷാണ് അല്ലെങ്കിൽ സ്പാനിഷ് ഭാഷയും മറ്റുമാണ് സംസാരിച്ചിരുന്നത് എന്നും അതുകൊണ്ട് ഒരു കാര്യങ്ങൾ ഇവർക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നുവെന്നും പരിഭാഷപ്പെടുത്താൻ ഒരു മനുഷ്യരും അവിടെയൊന്നും ഇല്ലായിരുന്നു എന്നുമാണ് ഇപ്പോൾ തോമസ് വെളിപ്പെടുത്തുന്നത്. അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരെ എത്ര ക്രൂരമായിട്ടാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ വ്യക്തിയുടെ അനുഭവം. കുറേ നാൾ മുമ്പും മറ്റൊരു അയർലൻഡുകാരിക്കും ഏതാണ്ട് സമാനമായൊരു അനുഭവം ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ വിസ കാലാവധി കഴിഞ്ഞ് അവിടെ താമസിച്ചതിൻ്റെ പേരിൽ പിടിച്ച് ജയിലിടുകയും വളരെ ക്രൂരമായ പീഡനമുറകൾ അവർക്ക് അവിടെ നേരിടേണ്ടി വന്നതായി വാർത്ത പുറത്തു വന്നിരുന്നു. ഐറിഷ് സർക്കാരുമായും അതുപോലെ അമേരിക്കൻ എംബസിയുമായൊക്കെ തന്നെ ഇയാളുടെ വീട്ടുകാർ നേരത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും ഈ വളരെ കർശനമായ ഇമിഗ്രേഷൻ നിയമങ്ങൾ ഇപ്പോൾ ട്രംപ് നടപ്പിലാക്കുന്നത് കാരണം ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് കയ്യിൽ കിട്ടുന്നവരെയൊക്കെ തന്നെ വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറുകയും അവരെ പല ജയിലുകളിലായി മാറ്റി പാർപ്പിക്കുന്നതുമൊക്കെ തന്നെ ഇപ്പോൾ അവിടെ സ്ഥിരം പതിവായി മാറിയിരിക്കുകയാണ് എന്നാണ് തോമസ് പറയുന്നത്. 3 തടവറകളിലേക്കാണ് ഇയാളെ 3 പ്രാവശ്യമായി മാറ്റി പാർപ്പിച്ചത് എന്നും എല്ലാ തടവറകളിലും മോശമായ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നുമാണ് തോമസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്.